ഒരു വള്ളിച്ചെടിയായി വളരുന്നതും അണ്ഡാകാരത്തിലോ ഗോളാകൃതിയിലോ ഭക്ഷ്യയോഗ്യമായ ഫലമുണ്ടാകുന്ന ഒരു സസ്യമാണ് പാഷൻ ഫ്രൂട്ട്. തെക്കേ അമേരിക്കൻ സ്വദേശിയായ പാഷൻ ഫ്രൂട്ട് ഇന്ത്യ, ന്യൂസിലാൻഡ്, ഫ്ലോറിഡ, ഹവായി എന്നിവിടങ്ങളിൽ ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. വള്ളി നാരങ്ങ, മുസോളിക്കായ, മുസോളിങ്, സർബത്തും കായ എന്നെല്ലാം ഈ പഴത്തിന് നാടൻ പേരുകൾ ധാരാളമായി ഉണ്ട്. ഉൾഭാഗം ചാറുള്ളതും ധാരാളം വിത്തുകൾ അടങ്ങിയതുമാണ് ഇവയുടെ കനികൾ. ഇത് കഴിക്കുവാനും ജ്യൂസുകൾ നിർമ്മിക്കുവാനും ജ്യൂസുകൾക്ക് സുഗന്ധം നൽകുവാനും ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഫലങ്ങൾക്കു വേണ്ടി ഇവയുടെ വള്ളികൾ ധാരാളമായി വെച്ചു പിടിപ്പിക്കാറുണ്ട്. പാഷൻ ഫ്രൂട്ട് അതിലുണ്ടാകുന്ന കായ്കളുടെ നിറമനുസരിച്ച 2 തരത്തിൽ കാണപ്പെടുന്നു. മഞ്ഞ നിറത്തിലുള്ളതും പർപ്പിൾ നിറത്തിലുള്ളതും. മഞ്ഞ നിറത്തിലുള്ളവ സാധാരണയായി സമതല പ്രദേശങ്ങളിലാണ് കാണപ്പെടുക. പൂക്കൾക്കും കായ്കൾക്കും വലിപ്പം കൂടുതലായിരിക്കും. കൂടാതെ കായ്കൾക്ക് നല്ല കട്ടിയുമുണ്ടാകും. പച്ച നിറത്തിൽ കാണപ്പെടുന്ന കായ്കൾ പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. പൊതുവെ 2 തരത്തിലുള്ളവയുടെയും ഇലകളും പൂക്കളും ഒരുപോലെയുള്ളവയാണ്. ഇനിയും ഈ സസ്യത്തിന്റെ ഔഷധഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാഷൻ ഫ്രൂട്ടിലെ ഫ്ലേവനോയിഡുകൾ മനസ്സംഘർഷത്തെ ലഘൂകരിക്കുന്നവയാണ്. ഈ കാരണത്താൽ നിരവധി രാജ്യങ്ങളിൽ ശാന്തിദായകമെന്ന രീതിയിൽ പാഷൻ ഫ്രൂട്ടിന്റെ പാനീയങ്ങൾ പ്രചാരത്തിലുണ്ട്. രാത്രി ഉറക്കം ലഭിക്കാൻ പാഷൻ ഫ്രൂട്ടിന്റെ സത്ത് കുടിക്കുന്നത് നല്ലതാണ്. ഹോമിയോപ്പതിയിലും ആധുനിക വൈദ്യത്തിലും ഇത്തരം ഔഷധങ്ങൾ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നു. വൈറ്റമിൻ ബി യുക്തങ്ങളുടെ അഭാവം മൂലമുണ്ടാവുന്ന വായുപുണ്ണിന് ഇത് നല്ല ഔഷധമാണ്.